പാചകവാതക പ്രതിസന്ധിയിൽ ജനം വലയുകയാണ്, പൊറുതിമുട്ടുകയാണ്. സംസ്ഥാനത്ത് പകുതിയോളം ഹോട്ടലുകൾ അടച്ച അവസ്ഥയിൽ. അതിനിടെ ആശങ്കയിൽ ആളുകൾ കൂട്ടത്തോടെ സിലിണ്ടർ ബുക്കിംഗ് തുടരുകയാണ്. അത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. കൂട്ട ബുക്കിംഗ് കാരണം ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം പലപ്പോഴും തകരാറിലാവുന്നു. ഗ്രാമീണ മേഖലയിൽ ബുക്കിംഗ് ഇടവേള 45 ദിവസമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കൊടുത്തേ പറ്റൂ. ഞങ്ങൾ 20 രൂപയൊക്കെ ഭക്ഷണം എന്ന് വെച്ചാൽ ഒത്തിരി സാധാരണക്കാരായ കുടുംബങ്ങൾ ഞങ്ങൾ ആശ്രയിച്ച് കഴിയുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുത്തേ പറ്റൂ. ഞങ്ങളിത് ചെയ്യും എങ്ങനെയാലും. ഞങ്ങൾ അരി മാത്രം ബോയിലറിൽ വെച്ച് പാചകം ചെയ്യാനും ഗ്യാസ് വെച്ച് പാചകം ചെയ്യാനും മറ്റ് കറികളെല്ലാം തീയടുപ്പിലേക്ക് മാറ്റി വിറകും കത്തിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ അടുക്കള വളരെ ചെറുതാണ്. ആക്ച്വലി പണ്ടുണ്ടായിരുന്ന വിറകടുപ്പ് മുഴുവൻ മാറ്റിയിട്ടാണ് ഈ ഗ്യാസിലേക്ക് പോയത്. ഗ്യാസ് വളരെ സൗകര്യമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ വിറകടുപ്പിലേക്ക് പോയാൽ ജോലിക്ക് ആളെ കിട്ടാത്തൊരവസ്ഥ വരും. കാരണം അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പണ്ടുള്ളവർ അത് ശീലിച്ച് പോയതുകൊണ്ട് അറിയില്ല, കാരണം വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. പിന്നെ ഈ സൗകര്യം കൂടിയപ്പോൾ നമ്മൾ സൗകര്യത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ ഈ സാധനം നടക്കില്ല. ഡെലിവറി സ്റ്റാഫ്, അതേപോലെ അവരുടെ ഫാമിലി, ഇപ്പം നമ്മളുടെ സ്റ്റാഫ് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റാഫ് 15 പേരുണ്ട്, അവരുടെ കുടുംബങ്ങൾ, അതേപോലെ നമ്മളെ വെണ്ടേഴ്സ്, അവരുടെ കുടുംബങ്ങളും ഇൻഡയറക്റ്റ്ലി പലരും ബാധിക്കുന്നുണ്ട്. രാജ്യത്ത് പ്രതിസന്ധി മറികടക്കാൻ മണ്ണെണ്ണ, വിറക്, കൽക്കരി തുടങ്ങിയ ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ ആശുപത്രി, വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ 1 മാസത്തെ ഇളവ് അനുവദിച്ചു. രാജ്യത്തിന്റെ പലയിടത്തു നിന്നും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ബംഗളൂരുവിൽ സിലിണ്ടറുകൾ മോഷണം പോയി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബംഗളൂരുവിൽ ഒരു സ്കൂട്ടറിലെത്തി അവിടെയുള്ള 2-3 സിലിണ്ടറുകൾ ബൈക്കിൽ വെച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഭയങ്കര നേരത്തെ ഉള്ളിവില വർധന കാലത്ത് ഉള്ളി അടിച്ചു മാറുന്ന ഇതുപോലെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഗ്യാസ് കിട്ടാനില്ലപ്പോഴത്തേക്കും ബൈക്കുമായിട്ട് മുഖവും മൂടി ഉള്ള വീട്ടിൽ, പുറത്തൊക്കെ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ് തസ്കര കൂട്ടങ്ങൾ. വല്ലാത്ത അവസ്ഥയാണ്. ക്ഷാമം നേരിടാൻ വിതരണത്തിലെ മുൻഗണനാക്രമം നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇന്ധന പ്രതിസന്ധി ഇന്നും പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. കേരളത്തിൽ LDF വ്യാപകമായ പ്രതിഷേധം ഈ വിവരങ്ങൾ നടത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.